കുറേ ദിവസങ്ങൾക്ക് ശേഷമുള്ള ഞങ്ങളുടെ സോഫയിൽ ഇരുത്തും. ആദ്യമാണ് കേട്ടോ ഞാനിങ്ങനെ ഫുഡ് കഴിക്കാൻ സോഫയിൽ കാല് നട്ടിരുന്ന് കഴിഞ്ഞാൽ അപ്പം എൻ്റെ കാലിൽ വന്ന് കയറിയിരിക്കുകയായിരുന്നു. നോക്ക്, ഇത് കണ്ടില്ലേ, ഞങ്ങളുടെ സോഫയിൽ അങ്ങനെ ഇല കൊഴിഞ്ഞ് കിടക്കുന്നു കേട്ടോ. എവിടെ നിന്നാന്ന് കാണിക്കണോ? ഇതാ ഞങ്ങളുടെ വീടിൻ്റെ മേൽക്കൂരയിൽ കുരങ്ങൻ വന്നിട്ട് ഞങ്ങൾക്കിട്ട് പണി തന്നിട്ട് പോയിട്ടാ. കംപ്ലീറ്റ് മേൽക്കൂരയും ഓടൊക്കെ നീങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു പയ്യൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ വന്നിട്ട് വേണം ഇതൊക്കെ ശരിയാക്കണമെങ്കിൽ. ഇല്ല തക്കു, ഞങ്ങളുടെ സോഫയിൽ അങ്ങനെ ഇല കൊഴിഞ്ഞ് കിടക്കുക. അതുണ്ടോ, ഒരു കാറ്റ് വീശിയതാണ്. തക്കു, എൻ്റെ ചുരിദാറിൽ ഡിസൈൻ ഉണ്ട് കേട്ടോ, സ്വീക്വൻസിൻ്റെ ഡിസൈൻ ഉണ്ട്. എൻ്റെ തക്കുട് കണ്ടുപിടിച്ചു അത്. ഇതാ എൻ്റെ തക്കു കണ്ടുപിടിച്ചു അത് ഇല്ലേ? അതന്നെ, ഇതാ സ്വീക്വൻസിൻ്റെ ഡിസൈനൊക്കെ ഉണ്ട്. എൻ്റെ തക്കു എന്തൊക്കെയാണ് കണ്ടുപിടിക്കണത് അല്ലേ? കണ്ടുപിടിച്ച മിടുക്കനാണ് എൻ്റെ അക്കു, കണ്ടുപിടിച്ച് മിക്കനാണ് എൻ്റെ അക്കു. എവിടെ ഫോൺ? എവിടെ? ഡിസ്പ്ലേ പോയ ഫോണാണ്. എടുത്തോ, നീ എടുത്തോ. ഡിസ്പ്ലേ പോയ ഫോണാണ്. ഈ ഫോണിലായിരുന്നു കേട്ടോ ഞാൻ ആദ്യമൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിന് തീരെ ക്ലാരിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അവസാനം പിന്നെ പുതിയ ഫോൺ എടുത്തതാണ്. പക്ഷേ അതുവരെ ഞാൻ വൃത്തിയായി നീറ്റായി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫോണാണ്. എൻ്റെ വീട്ടിൽ വെക്കേണ്ട താമസമുള്ളൂ, അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ പോയി. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. വെറും ഇതിൽ വാട്സപ്പ് മാത്രമേ ഉള്ളൂ, ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്താൽ മാത്രമാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കണം എന്നുള്ളവർ മെസ്സേജ് ഇട്ടോളൂ. ഞാൻ ഇതിൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. കോളൊന്നുമില്ല, ഓൺലി മെസ്സേജ് മാത്രം, വാട്സപ്പ് മാത്രമേ ഉള്ളൂ. അത് ഞാൻ എൻ്റെ ഈ ഫോണിൽ റീചാർജ് ചെയ്ത്, ഞാൻ വീഡിയോ എടുക്കുന്ന ഫോണിൽ റീചാർജ് ചെയ്താൽ മാത്രമേ ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്തിട്ട് ആ ഫോൺ യൂസ് ചെയ്യാറുള്ളൂ. അല്ലാത്ത പക്ഷേ ആ ഫോണിൽ റീചാർജ് ഒന്നും ചെയ്യാറില്ല. ഒരു ഫോൺ റീചാർജ് ചെയ്യണതിനെ കഷ്ടിച്ചിട്ടാണ്. പിന്നെ ഇപ്പോൾ 2 ഫോണിൽ റീചാർജ് ചെയ്യൽ നടക്കില്ലല്ലോ. വീഡിയോ ഇടാനൊന്നും എനിക്ക് നെറ്റ് തികയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ അധികം വീഡിയോസും ഇല്ല. അതേപോലെ തന്നെ ഫോണിൻ്റെ കാര്യം ആയിക്കോട്ടെ. തക്കുടു നോക്കി, ഇല കൊഴിഞ്ഞതൊക്കെ ആ സൈഡിൽ നിന്നുള്ളതൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് നമ്മുടെ തക്കുടു. തക്കുടു ബാ ബാ ബാ. കുഞ്ഞ് തക്കുടു ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ തക്കുടു ഏത് നേരം ഈ സോഫൻ്റെ ഇത് കൂടെ ഇങ്ങനെ നടക്കൽ തന്നെ എൻ്റെ തക്കുടുവിന് പണി. ലക്കു ബാ ബാ. എൻ്റെ കുട്ടീൻ്റെ പേടി മാറ്റിയെടുക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് കേട്ടോ, അല്ലാണ്ട് ശരിയാവില്ല. എന്താക്കുമ്മ? പേടിച്ചിൻ്റെ ഇടി അങ്ങനെ മടി കയറി നിൽക്കണം. നമുക്ക് പേടിച്ചിൻ്റെ ഇടി എവിടെ? കൊത്തല്ലേടി വാവേ, കൊത്തല്ലേടി വാവേ. കടിച്ചു നോക്ക്. കടിച്ചു മുറിച്ചു. തലയിൽ കയറി തട്ടിട്ടുണ്ട് ഞാനേ. ആ തട്ട മാറ്റാനുള്ള ഉദ്ദേശമാണ്. തലയിൽ തട്ടിടാൻ പാടില്ല. തട്ട് വിട്ട് കഴിഞ്ഞാൽ അപ്പം അത് വലിച്ച് പറിച്ച് കളയണം താഴേക്ക്, എന്നാലേ അവൾക്ക് സമാധാനമാകുള്ളൂ. ഇല്ല നോക്കൂ, തട്ടിട്ട് അപ്പം മാറ്റണം ഞാൻ തലയിൽ നിന്ന്, അല്ലെങ്കിൽ അവൾ പറിച്ച് മാറ്റും. എന്തൊരു വികൃതിയാ. അതാ ഇലയൊക്കെ പെറുക്കി കളയണ്ട. എടുത്ത് കളാ കുഞ്ഞ്, ഇലയൊക്കെ പെറുക്കി കള. വാ. ഫോണിൽ അവളുടെ കൊക്ക് കാണുന്നുണ്ട്. അത് കണ്ടില്ലേ? തങ്കു വേണം, എൻ്റെ തങ്കു. ഉമ്മാൻ്റെ അക്കു വേണത്, ഉമ്മാൻ്റെ അക്കു എവിടെ?